40 വർഷത്തിലേറെയായി ഇന്ത്യ തീവ്രവാദത്തോട് പോരാടുകയാണ്. പക്ഷേ ഇത്രയും കാലം നമുക്ക് ഒരുമിച്ച് നിൽക്കുന്ന ഒരു ദേശീയ നയം ഉണ്ടായിരുന്നില്ല. എന്നാൽ ആ കാത്തിരിപ്പ് ഇന്ന് അവസാനിക്കുകയാണ്. ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയിരിക്കുന്നു പ്രഹാർ. പേര് സൂചിപ്പിക്കുന്നതുപോലെ തന്നെ ആക്രമണം. ഇത് ഇന്ത്യയുടെ ചരിത്രത്തിലെ ആദ്യത്തെ സമഗ്രമായ ദേശീയ തീവ്രവാദ വിരുദ്ധ നയമാണ്. അപ്പോ എന്താണീ പ്രഹാർ? നമുക്ക് വിശദമായി നോക്കാം. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. 4 പതിറ്റാണ്ട്. ഈ കാലയളവിൽ എത്രയെത്ര സർക്കാരുകൾ വന്നുപോയി, എത്രയെത്ര തന്ത്രങ്ങൾ നമ്മൾ പരീക്ഷിച്ചു. പക്ഷെ ഇതെല്ലാം ഏകോപിപ്പിക്കാനൊരു ദേശീയ നയം നമുക്കില്ലായിരുന്നു. ആ ഒരു വലിയ വിടവ്, ആ ഒരു ശൂന്യത നികത്താനാണ് പ്രഹാർ വന്നിരിക്കുന്നത്. അപ്പോ ഇതൊരു വെറും സർക്കാർ രേഖയായിട്ട് കാണരുത്. ഇത് ഇന്ത്യയുടെ സുരക്ഷാ ചരിത്രത്തിലെ ഒരു പുതിയ അധ്യായത്തിന്റെ തുടക്കമാണ്. അപ്പോ ആദ്യം തന്നെ നമുക്ക് നോക്കാം, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നയത്തിന് ഇത്രയും കാലം കാത്തിരിക്കേണ്ടി വന്നത്? ആ ദശാബ്ദങ്ങൾ നീണ്ട ശൂന്യതയെപ്പറ്റി സംസാരിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇത് തന്നെയാണല്ലേ? എന്തുകൊണ്ട് ഇപ്പോൾ? ഇത്രയും വർഷങ്ങളായി ഇല്ലാത്തൊന്ന് പെട്ടെന്ന് വരാനുള്ള കാരണമെന്താണ്? ഇതിന് പിന്നിൽ വ്യക്തമായ ചില ചരിത്രപരമായ കാരണങ്ങളുണ്ട്. ഇതിന്റെ ഉത്തരം കണ്ടെത്തണമെങ്കിൽ നമ്മൾ ഇന്ത്യയുടെ സുരക്ഷാ വെല്ലുവിളികളുടെ അടിത്തട്ടിലേക്ക് തന്നെ പോകണം. നോക്കൂ, ദശാബ്ദങ്ങളായി നമ്മുടെ അയൽ രാജ്യങ്ങളിൽ നിലനിൽക്കുന്ന അസ്ഥിരത, അത് തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് വളരാനും തഴക്കാനും പറ്റിയൊരു സാഹചര്യമാണുണ്ടാക്കിയത്. പോരാത്തതിന് ചില രാജ്യങ്ങൾ തീവ്രവാദത്തെ ഒരു നയമായി തന്നെ ഉപയോഗിച്ചു. അതായത് അതിർത്തി കടന്ന പണവും ആയുധങ്ങളും അയച്ച് നമ്മളെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിച്ചു. ഇതെല്ലാം കൂടി ഇന്ത്യയുടെ സുരക്ഷാതന്ത്രത്തിലൊരു വലിയ വിടവ് സൃഷ്ടിച്ചു. ആ വിടവ് നികത്തുക എന്ന വലിയൊരു ലക്ഷ്യം പ്രഹാറിനുണ്ട്. അപ്പോ ഈ ചരിത്രപരമായ ആവശ്യകത നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് പ്രഹാർ എന്നതിന്റെ രൂപരേഖയിലേക്ക് കടക്കാം. എന്താണ് യഥാർത്ഥത്തിൽ ഈ നയം? ആ പേരിൽ തന്നെയുണ്ട് എല്ലാം. പ്രഹാർ, ആക്രമണം എന്നർത്ഥം വരുന്ന ഒരു സംസ്കൃത വാക്കാണിത്. അപ്പോൾ ഇതിന്റെ ഒരു സമീപനം വളരെ വ്യക്തമാണ്. വെറുതെ പ്രതിരോധിച്ചു നിൽക്കലല്ല, മറിച്ച് മുൻകൈയെടുത്ത് പ്രഹരിക്കുക എന്നതു കൂടിയാണ്. നമ്മൾ വീണ്ടും വീണ്ടും പറയാണ്, ഇത് ഇന്ത്യയുടെ ചരിത്രത്തിലെ ആദ്യത്തെ സമഗ്രമായ തീവ്രവാദ വിരുദ്ധ നയമാണ്. അതിന്റെ പ്രാധാന്യം അത്ര വലുതാണ്. ഇതൊരു ഏതെങ്കിലും കമ്മിറ്റിയുടെ ഒരു റിപ്പോർട്ടോ ശുപാർശയോ ഒന്നുമല്ല. ഇത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നേരിട്ട് പുറത്തിറക്കുന്ന ഒരു ഔദ്യോഗിക നയമാണ്. അതുകൊണ്ട് തന്നെ ഇതിനു കിട്ടുന്ന ഗൗരവവും അധികാരവും വളരെ വലുതാണ്. അപ്പോ പ്രഹാർ എന്ന് പറയുമ്പോൾ വെറുതെ തിരിച്ചടിക്കുക എന്ന് മാത്രമല്ല അർത്ഥം. ഇത് ശരിക്കും ഒരു 360 ഡിഗ്രി സമീപനമാണ്. പ്രധാനമായി 6 ലക്ഷ്യങ്ങളാണ് ഇതിനുള്ളത്. ഒന്നാമത്തത്, തീർച്ചയായും ഭീകരാക്രമണങ്ങൾ വരാതെ നോക്കുക, തടയുക. ഇനി അഥവാ എന്തെങ്കിലും സംഭവിച്ചാലോ? അതാണ് രണ്ടാമത്തെ പോയിന്റ്. വേഗത്തിലും കൃത്യമായ അളവിലും തിരിച്ചടിക്കുക. മൂന്നാമതായി, നമ്മുടെ രാജ്യത്തുള്ള എല്ലാ സുരക്ഷാ ഏജൻസികളുടെയും കഴിവുകളെ ഒരുമിപ്പിക്കുക. 4, തീവ്രവാദത്തിന് വളരാൻ സഹായിക്കുന്ന സാഹചര്യങ്ങൾ ഇല്ലാതാക്കുക. 5, അന്താരാഷ്ട്ര തലത്തിൽ മറ്റു രാജ്യങ്ങളുമായി സഹകരിക്കുക. അവസാനമായി, ഒരു ആക്രമണമുണ്ടായാൽ ആ പ്രദേശത്തെ എത്രയും പെട്ടെന്ന് സാധാരണ നിലയിലേക്ക് തിരികെ കൊണ്ടുവരിക. ചുരുക്കി പറഞ്ഞാൽ ഇതൊരു സമ്പൂർണ്ണ പാക്കേജാണ്. ഇത്രയും സമഗ്രമായ ഒരു നയം എന്തിന് എന്നൊരു ചോദ്യം വരാം. അതിന്റെ ഉത്തരം ലളിതമാണ്. കാരണം തീവ്രവാദത്തിന്റെ സ്വഭാവം അടിമുടി മാറിയിരിക്കുന്നു. ഇന്നത്തെ യുദ്ധം നടക്കുന്നത് അതിർത്തിയിൽ മാത്രമല്ല, നമ്മുടെയെല്ലാം കയ്യിലിരിക്കുന്ന ഫോണുകളിലും കമ്പ്യൂട്ടറുകളിലും ഇന്റർനെറ്റിലുമൊക്കെയാണ്. പണ്ട് കാലത്ത് ഭീഷണി എന്ന് പറഞ്ഞാൽ നമുക്കൊരു രൂപം ഉണ്ടായിരുന്നു, അല്ലേ? അതിർത്തി കടന്നുവരുന്ന തീവ്രവാദികൾ, OGW, അതായത് ഓവർഗ്രൗണ്ട് വർക്കർ നെറ്റ്വർക്കുകൾ, ജിഹാദി ഗ്രൂപ്പുകൾ, ഇതൊക്കെയായിരുന്നു. എന്നാൽ ഇന്നത്തെ ഭീഷണികൾക്ക് പലപ്പോഴും ഒരു മുഖമില്ല. പഞ്ചാബിലേക്കും കശ്മീരിലേക്കും ആയുധങ്ങളുമായി പറക്കുന്ന ഡ്രോണുകൾ, ആർക്കും കണ്ടുപിടിക്കാൻ പറ്റാത്ത എൻക്രിപ്റ്റഡ് മെസ്സേജിംഗ് ആപ്പുകൾ വഴിയുള്ള ആശയവിനിമയം, പണം കണ്ടെത്താൻ ഡാർക്ക് വെബും ക്രിപ്റ്റോ വാലറ്റുകളും ഉപയോഗിക്കുന്നു. സോഷ്യൽ മീഡിയ വഴി ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നു. ചുരുക്കത്തിൽ തീവ്രവാദം ഇപ്പോൾ ശരിക്കും ഹൈടെക്കായി. ഈ പുതിയ യുദ്ധമുഖം വളരെ സങ്കീർണമാണ്. ഒരു വശത്ത് അൽ ഖ്വയ്ദ, ഐസിസ് പോലുള്ള ആഗോള സംഘടനകളും അവരുടെ സ്ലീപ്പർ സെല്ലുകളും, മറുവശത്ത് സംഘടിത കുറ്റകൃത്യ സംഘങ്ങളുമായി തീവ്രവാദികൾ കൈകോർക്കുന്നു. പണത്തിനും ആയുധങ്ങൾക്കും വേണ്ടിയാണിത്. പിന്നെ സൈബർ ആക്രമണങ്ങൾ. ഇതിനെല്ലാം മുകളിൽ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണിയാണ് CBRNED അറ്റാക്കുകൾ. അതായത് കെമിക്കൽ, ബയോളജിക്കൽ, റേഡിയോളജിക്കൽ, ന്യൂക്ലിയർ, എക്സ്പ്ലോസീവ്, ഡിജിറ്റൽ, ഇവയിലേതെങ്കിലും ഉപയോഗിച്ചുള്ള ആക്രമണങ്ങൾ. ഇത്രയും വ്യത്യസ്തവും അപകടകരവുമായ ഭീഷണികളെ ഒരുമിച്ച് നേരിടാനാണ്
പ്രഹാർ ശ്രമിക്കുന്നത്. അപ്പോ ഇത്രയും സങ്കീർണമായ ഭീഷണികളോട് എന്താണ് പ്രഹാർ മുന്നോട്ട് വെക്കുന്ന നിലപാട്? വളരെ ലളിതമാണ്. സീറോ ടോളറൻസ്. ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. ഈ നയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വാചകമുണ്ട്. ഇന്ത്യ ഭീകരവാദത്തെ ഏതെങ്കിലും പ്രത്യേക മതവുമായോ വംശവുമായോ ദേശീയതയുമായോ സംസ്കാരവുമായോ ബന്ധിപ്പിക്കുന്നില്ല. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു പ്രസ്താവനയാണ്. തീവ്രവാദത്തിന് മതമോ ജാതിയോ ഇല്ല, അതിനെ അങ്ങനെ കാണാൻ ശ്രമിക്കുന്നവരെ അംഗീകരിക്കില്ല എന്ന ഇന്ത്യയുടെ ഉറച്ച നിലപാട് ഇതിൽ വ്യക്തമാണ്. അതുകൊണ്ടുതന്നെ ഈ നയത്തിന്റെ സന്ദേശം വളരെ ലളിതവും ശക്തവുമാണ്. അക്രമത്തിന് ഒരു ന്യായീകരണവും നൽകാനാവില്ല. തീവ്രവാദത്തിന്റെ കാര്യത്തിൽ സീറോ ടോളറൻസ്, ഒരു വിട്ടുവീഴ്ചയുമില്ല. ഇതാണ് പ്രഹാർ എന്നതിലൂടെ ഇന്ത്യ ലോകത്തോട് പറയുന്നത്. അപ്പോ പ്രഹാര എന്തിനു വന്നു, എന്താണ് അതിന്റെ ലക്ഷ്യങ്ങൾ, ഏത് തരം ഭീഷണികളെയാണത് നേരിടുന്നത് എന്നൊക്കെ നമ്മളിപ്പോൾ ചർച്ച ചെയ്തു. പക്ഷേ ഇതൊക്കെ വെറും കടലാസിലൊതുങ്ങുമോ? ഈ നയം നടപ്പിലാക്കാൻ പോകുന്നതെങ്ങനെയാണ്? എന്തൊക്കെയാണ് ഇതിന്റെ പ്രധാന ഘടകങ്ങൾ? അതിലെല്ലാമുപരി ഇത് പ്രായോഗികമായി വിജയിക്കുമോ? ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരം നമുക്ക് അടുത്ത ഭാഗത്തിൽ നോക്കാം. നമസ്കാരം, എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ ആദ്യത്തെ സമഗ്ര നയമായ പ്രഹാറിനെക്കുറിച്ചുള്ള നമ്മുടെ വിശകലനത്തിൽ നമ്മൾ കഴിഞ്ഞ തവണ നിർത്തിയിട്ടെന്ന് തുടങ്ങുകയാണ്. അപ്പോൾ ഒന്നാം ഭാഗത്തിൽ നമ്മൾ കണ്ടത് എന്തുകൊണ്ടാണ് ഇന്ത്യക്ക് ഇങ്ങനൊരു പുതിയ നയം അത്യാവശ്യമായി വന്നത് എന്നാണല്ലോ. ഭീകരതയുടെ മുഖം മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ പിന്നെ നമ്മുടെ പ്രതിരോധവും മാറിയല്ലേ പറ്റൂ. അവിടെയാണ് പ്രഹാർ ഇത്രയധികം പ്രസക്തമാകുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഓർമ്മയില്ലേ, അതിർത്തി കടന്നുവരുന്ന തീവ്രവാദം ഒരു വശത്ത്, മറുവശത്ത് ഡ്രോണുകളും ഡാർക്ക് വെബും ക്രിപ്റ്റോ കറൻസിയും ഒക്കെ ഉപയോഗിച്ചുള്ള പുതിയ കളികൾ. പോരാത്തതിന് നമ്മുടെ ചെറുപ്പക്കാരെ തന്നെ ഇതിലേക്ക് ആകർഷിക്കുന്നതും വലിയൊരു തലവേദനയാണ്. ഇതൊക്കെയാണ് പ്രഹാറിന് കാരണമായ പ്രധാന ഭീഷണികൾ. ശരി, അപ്പോൾ ഇന്ന് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നല്ലേ? ആദ്യം പ്രഹാർ എന്ന ഈ സംവിധാനത്തിന്റെ പ്രധാന ഭാഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കും. അതിന്റെ തൂണുകൾ എന്ന് തന്നെ പറയാം. അത് കഴിഞ്ഞ് ഒരു സത്യസന്ധമായ ചർച്ച. അതായത് ഇതൊക്കെ കേൾക്കാൻ കൊള്ളാം, പക്ഷേ ശരിക്കും പ്രായോഗികമാണോ? അവസാനം ഈ നയം ലോകത്തിന് നൽകുന്ന സന്ദേശം എന്താണെന്നും നമ്മൾ പരിശോധിക്കും. അപ്പോൾ നമുക്ക് തുടങ്ങാം. പ്രഹാറിന്റെ പ്രധാന തൂണുകൾ. എന്താണ് ഈ നയത്തെ ഇത്ര ശക്തമാക്കുന്നത്? അടിസ്ഥാനപരമായി ഇത് പല പല ഭാഗങ്ങൾ ചേർന്നൊരു വലിയ മെഷീൻ പോലെയാണ്. പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന 7 തൂണുകൾ. നമുക്കതിലെ ഓരോന്നിലേക്കും കടക്കാം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ തൂണെന്ന് പറയുന്നത് പല ഏജൻസികളുടെ ഏകോപനമാണ്. ശരിക്കും പറഞ്ഞാൽ ഇതാണ് പ്രഹാരിന്റെ നട്ടെല്ല്. ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുക. അപ്പോൾ ഈ ഏകോപനത്തിന്റെ ഒരു നാഡീകേന്ദ്രം അല്ലെങ്കിൽ ബ്രെയിൻ എന്ന് പറയാനൊരു സംവിധാനമുണ്ട്. അതാണ് ഇന്റലിജൻസ് ബ്യൂറോ, അതായത് IBയുടെ കീഴിലുള്ള മൾട്ടി ഏജൻസി സെന്റർ അഥവാ MAC. ഇവിടെയാണ് രാജ്യത്തിന്റെ പല കോണുകളിൽ നിന്നുള്ള രഹസ്യാന്വേഷണ വിവരങ്ങൾ തത്സമയം ഒഴുകിയെത്തുന്നത്. കേന്ദ്ര സംസ്ഥാന ഏജൻസികളെ ഒരുമിപ്പിക്കാൻ ജോയിന്റ് ടാസ്ക് ഫോഴ്സുമുണ്ട്. അപ്പോൾ ഒരുമിച്ച് ഒരു കൃത്യമായ ചിത്രം കിട്ടും, അതിനനുസരിച്ച് നീങ്ങാനും സാധിക്കും. ഓക്കെ, ഇനി രണ്ടാമത്തെ തൂണിലേക്ക് വരാം. ഇത് ടെക്നോളജിയെക്കുറിച്ചാണ്. കാരണം ഇന്നത്തെ യുദ്ധം സൈബർ ലോകത്തു കൂടിയാണല്ലോ. അപ്പോൾ ഭീകരതയുടെ ഈ പുതിയ മുഖത്തെ നേരിടാൻ പ്രഹാർ നേരിട്ടിറങ്ങുന്നു. ഇവിടെ പല കാര്യങ്ങളുണ്ട്. ഡാർക്ക് വെബ്, രഹസ്യ ആപ്പുകൾ, ക്രിപ്റ്റോ വാലറ്റുകൾ, ഇവയൊക്കെ ഉപയോഗിച്ചുള്ള പണമിടപാടുകൾ തടയണം. പിന്നെ ഈ അടുത്ത് നമ്മൾ ഒരുപാട് കേൾക്കുന്ന ഡ്രോണുകൾ. പഞ്ചാബിലും കാശ്മീരിലുമൊക്കെ സാധനങ്ങൾ കടത്താനും ആക്രമണങ്ങൾക്കും ഇത് ഉപയോഗിക്കുന്നുണ്ട്. അതിനെ പ്രതിരോധിക്കണം. ഏറ്റവും അപകടകരമായൊരു കാര്യമുണ്ട്, CBRND. അതായത് കെമിക്കൽ, ബയോളജിക്കൽ, റേഡിയോളജിക്കൽ, ന്യൂക്ലിയർ പോലുള്ള മാരകായുധങ്ങൾ. ഇതൊന്നും തീവ്രവാദികളുടെ കയ്യിലെത്തുന്നില്ലെന്ന് ഉറപ്പാക്കുക. അതും പ്രഹാറിന്റെ പ്രധാന ലക്ഷ്യമാണ്. ഇനി മൂന്നാമത്തെ കാര്യം, ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പ്രഹാർ വെറും തോക്കും ബോംബും അല്ല ലക്ഷ്യം വെക്കുന്നത്, അതിനു പിന്നിലെ ആശയത്തെയാണ്. അതായത് ഡീറാഡിക്കലൈസേഷൻ. അപ്പോൾ ഒരാൾ തീവ്രവാദത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നത് എങ്ങനെ തടയാം? അതിന് പല തലത്തിലുള്ള ഒരു സമീപനമാണ് പ്രഹാർ മുന്നോട്ട് വയ്ക്കുന്നത്. ആദ്യം ഒരാളുടെ തീവ്രവാദ നിലപാട് എത്രത്തോളം ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ് അതനുസരിച്ച് പോലീസ് ഇടപെടും. പിന്നെ സമൂഹത്തെ ഇതിൽ പങ്കാളികളാക്കും. NGOകൾ, മതപണ്ഡിതന്മാർ, സാമൂഹിക നേതാക്കൾ ഇവരെല്ലാം ചേർന്ന് തീവ്രവാദ ആശയങ്ങളെ പ്രതിരോധിക്കും. ജയിലുകൾക്കുള്ളിൽ ഇത്തരം ആശയങ്ങൾ പടരുന്നത് തടയാൻ പ്രത്യേക പരിപാടികളുണ്ട്. ഏറ്റവും പ്രധാനമായി യുവാക്കൾക്ക് നല്ല വിദ്യാഭ്യാസവും ജോലിയും നൽകി അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും. ചുരുക്കത്തിൽ സമൂഹത്തെ ഒന്നടങ്കം ഉൾക്കൊള്ളിച്ചുള്ള ഒരു നീക്കമാണിത്. നാലാമത്തെ തൂൺ, ഏതൊരു ഭീകര സംഘടനയുടെയും ജീവരക്തം എന്താണ് പണം. ആ പണത്തിന്റെ ഒഴുക്ക് തടഞ്ഞാൽ തീവ്രവാദത്തിന്റെ നടുവൊടിക്കാം. അതാണ് ഇവിടത്തെ ലക്ഷ്യം. അതായത് ഭീകരവാദത്തിന്റെ ആ ഒരു ഈക്കോസിസ്റ്റം തന്നെ ഇല്ലാതാക്കുക. അവർക്ക് പണം കിട്ടുന്ന വഴികൾ അടയ്ക്കുക, ആയുധങ്ങൾ കിട്ടാതാക്കുക, ഒളിച്ചിരിക്കാനുള്ള സുരക്ഷിത താവളങ്ങൾ ഇല്ലാതാക്കുക. ഇതിനൊക്കെ പുറമെ അവരെ സഹായിക്കുന്ന ഓവർഗ്രൗണ്ട് വർക്കർമാരിലെ ആ മുഴുവൻ ശൃംഖലയെയും നിയമപരമായി നേരിടുക. അതാണ് ഈ തൂണിന്റെ ശക്തി. അടുത്തത് അഞ്ചാമത്തെ തൂൺ. ഒരുപക്ഷേ പ്രഹാറിലെ ഏറ്റവും വലിയ ഗെയിം ചേഞ്ചർ ഇതായിരിക്കും: ശിക്ഷ ഉറപ്പാക്കുന്ന അന്വേഷണങ്ങൾ. ഈ ഒരു കണക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. 95%. എന്താണിത്? ദേശീയ അന്വേഷണ ഏജൻസി, അതായത് NIA, കൈകാര്യം ചെയ്ത ഭീകരവാദ കേസുകളിലെ ശിക്ഷാനിരക്കാണിത്. 95%.
ഇനി ഇതിനെ സംസ്ഥാന ഏജൻസികൾ കൈകാര്യം ചെയ്യുന്ന UAPA കേസുകളുമായി ഒന്ന് താരതമ്യം ചെയ്തു നോക്കൂ. അവിടെ ശിക്ഷാനിരക്ക് വെറും 20-30%ഒക്കെയാണ്. എന്തുകൊണ്ടാണ് NIAക്ക് ഇത്ര വലിയ വിജയം? കാരണം അവരൊരു കേസ് തുടങ്ങുമ്പോൾ, അതായത് FIR ഇടുന്നത് മുതൽ നിയമവിദഗ്ധരെ കൂടെ നിർത്തും. തുടക്കം മുതൽ ഒടുക്കം വരെ പഴുതടച്ച അന്വേഷണം. ഇത് തീവ്രവാദികൾക്ക് കൊടുക്കുന്ന സന്ദേശം വളരെ ലളിതമാണ്. നിങ്ങൾ പിടിക്കപ്പെട്ടാൽ ശിക്ഷിക്കപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ശരി, ഇതൊക്കെ ദേശീയ തലത്തിലുള്ള കാര്യങ്ങൾ. അപ്പോൾ താഴെത്തട്ടിൽ, അതായത് സംസ്ഥാനങ്ങളിൽ ഇതെങ്ങനെയാണ് നടപ്പിലാക്കുക? അതാണ് 6ാമത്തെ തൂൺ. നോക്കൂ, ഇവിടെ ഒരു പ്രശ്നമുണ്ടായാലും ആദ്യം ഓടിയെത്തുന്നതാരാണ്? സംസ്ഥാന പോലീസാണ്. അവരാണ് ഫസ്റ്റ് റെസ്പോണ്ടേഴ്സ്. അപ്പോൾ അവരെ ശക്തിപ്പെടുത്തേണ്ടത് അത്യാവശ്യമല്ലേ? അതിനായി സംസ്ഥാനങ്ങളിലെ ആന്റി ടെറർ സ്ക്വാഡുകളെ ATS ആധുനികവൽക്കരിക്കും. രാജ്യത്ത് എല്ലായിടത്തും ഒരേ രീതിയിലുള്ള പ്രതികരണത്തിന് സ്റ്റാൻഡേർഡ് നടപടിക്രമങ്ങൾ കൊണ്ടുവരും. NSG പോലുള്ള ദേശീയ സേനകൾ അവർക്ക് വേണ്ട പരിശീലനവും സഹായവും നൽകും. അവസാനത്തെ 7ാമത്തെ തൂൺ, ഭീകരവാദത്തിന് അതിർത്തികളില്ല. അതൊരു ആഗോള പ്രശ്നമാണ്. അപ്പോൾ പിന്നെ നമ്മുടെ പ്രതിരോധത്തിനും അതിർത്തികൾ പാടില്ല. അത് അന്താരാഷ്ട്ര തലത്തിലായിരിക്കണം. അതിനായി ഇന്ത്യ എന്തൊക്കെയാണ് ചെയ്യുന്നത്? മറ്റ് രാജ്യങ്ങളിലെ ഏജൻസികളുമായി രഹസ്യ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നു, കുറ്റവാളികളെ വിട്ടുനൽകാനുള്ള കരാറുകൾ ഉപയോഗിക്കുന്നു, തീവ്രവാദികളെ ആഗോളതലത്തിൽ കരിമ്പട്ടികയിൽപ്പെടുത്താൻ UN-ൽ സമ്മർദ്ദം ചെലുത്തുന്നു. ചുരുക്കത്തിൽ, ഭീകരവാദത്തിനെതിരായ ഈ പോരാട്ടത്തിൽ ലോകരാജ്യങ്ങളെ ഒരുമിപ്പിക്കാൻ ഇന്ത്യ മുൻകൈയെടുക്കുന്നു. ശരി, ഇത്രയും കേട്ടപ്പോൾ പ്രഹാർ വളരെ ശക്തമായ ഒരു നയമാണെന്ന് നമുക്ക് തോന്നും. പക്ഷേ സിദ്ധാന്തം മാത്രം പോരല്ലോ, പ്രായോഗികതയല്ലേ പ്രധാനം. അപ്പോൾ നമുക്ക് ചില കടുപ്പമുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. ഒരു സത്യസന്ധമായ സംവാദം. അതായത്, ഈ നയം ശരിക്കും നടപ്പിലാക്കാൻ പറ്റുന്ന ഒന്നാണോ? അതോ വെറുമൊരു കടലാസിലെ സ്വപ്നമായി അവശേഷിക്കുമോ? കാരണം സിദ്ധാന്തവും യാഥാർത്ഥ്യവും തമ്മിൽ ഒരുപാട് ദൂരമുണ്ടാകാം. ഉദാഹരണത്തിന്, ഒരു പ്രധാന ചോദ്യം ഇതാണ്: സംസ്ഥാനങ്ങളിലെ ഭീകരവിരുദ്ധ യൂണിറ്റുകളെ ആധുനികവൽക്കരിക്കണം എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ അതിനു വേണ്ട പണവും പരിശീലനവും സാങ്കേതികവിദ്യയും എവിടെ നിന്ന് വരും? ആ ഒരു വിടവ് നികത്തുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമാണോ? ഇതൊരു വലിയ വെല്ലുവിളി തന്നെയാണ്. അതിനൊരു മറുവാദം ഇങ്ങനെയാണ്: ശരിയാണ്, ഇതൊക്കെ വെല്ലുവിളികളാണ്. പക്ഷെ പ്രഹാർ ആദ്യമായിട്ട് ഈ പ്രശ്നങ്ങളെല്ലാം തിരിച്ചറിയുന്നുണ്ട്. രാജ്യത്തിന് മുഴുവനായി ഒരു പൊതുവായ ചട്ടക്കൂട് നൽകുന്നുണ്ട്. ഇങ്ങനൊരു തുടക്കം അത്യാവശ്യമല്ലേ? ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു മാനദണ്ഡമെങ്കിലും ഇതുണ്ടാക്കുന്നുണ്ടല്ലോ. ഇനി മറ്റൊരു പ്രശ്നം, നമ്മൾ അന്താരാഷ്ട്ര സഹകരണത്തെക്കുറിച്ച് പറഞ്ഞു. പക്ഷെ വിദേശത്തുള്ള തീവ്രവാദ സംഘടനകൾ ഇവിടുത്തെ പ്രാദേശിക സഹായം ഉപയോഗിക്കാൻ തുടങ്ങിയാലോ? ആ ഒരു ബന്ധം എങ്ങനെ മുറിച്ചുമാറ്റും? അത് കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കും. ഇത് ഈ നയത്തിനു മുന്നിലുള്ള വലിയൊരു പരീക്ഷണം തന്നെയാണ്. അപ്പോൾ ഈ ചർച്ചകൾക്കിടയിലും ഒരു കാര്യം വ്യക്തമാണ്: പ്രഹാർ എന്നത് ഇന്ത്യയുടെ ഒരു ആഭ്യന്തര നയം മാത്രമല്ല. അതിനപ്പുറം ഇന്ത്യ ലോകത്തോട് ഉറക്കെ പറയുന്നൊരു കാര്യമുണ്ട്. അതാണ് ഇതിന്റെ അവസാനത്തെ സന്ദേശം. പ്രഹാർ ഒരു പ്രഖ്യാപനമാണ്. ഭീകരവാദത്തോട് ഇന്ത്യക്ക് 0 ടോളറൻസ് ആണെന്ന പ്രഖ്യാപനം. ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. വെറുതെ ആക്രമണങ്ങൾ ഏറ്റുവാങ്ങുന്ന ഒരു ഇരയായി ഇനിയും ഇരിക്കില്ല എന്ന വളരെ വ്യക്തവും ശക്തവുമായൊരു സന്ദേശമാണിത്. അപ്പോൾ ഇവിടെ ഉയരുന്ന അവസാന ചോദ്യം ഇതാണ്: ആക്രമണങ്ങൾ നടക്കുമ്പോൾ മാത്രം പ്രതികരിക്കുന്ന ഒരു നിലപാടിൽ നിന്ന് ഭീഷണികളെ മുൻകൂട്ടി കണ്ട് ഇന്റലിജൻസും നിയമവും ഏകോപനവും ഉപയോഗിച്ച് അതിനെ മുളയിലേ നുള്ളുന്ന ഒരു പുതിയ സമീപനത്തിലേക്ക് ഇന്ത്യ ശരിക്കും മാറിയോ? പ്രഹാർ ആ മാറ്റത്തിന്റെ തുടക്കമാണോ? ഈ ഒരു ചിന്തയോടെ നമുക്ക് അവസാനിപ്പിക്കാം.